വിചാരിക്കുന്ന എവിടേക്കെങ്കിലും വരുന്നു പോവുകയാണ്, കയ്യിലൊരു ബാറ്ററി കവർ കേട് നിങ്ങൾ കരുതുന്നുണ്ടാവും. പക്ഷേ അതല്ല സത്യം. അതിന്റെ സത്യാവസ്ഥ നമ്മൾ ഉടനെ വെളിപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഞങ്ങൾ മസനഗുഡി വഴി ഊട്ടിയിലോട്ട് എന്ന് പറയാൻ ഉദ്ദേശമുണ്ടെങ്കിലും ഞങ്ങൾ അങ്ങനെയല്ല. ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് മസനഗുഡി വഴി ഊട്ടിയിലോട്ടല്ല എന്നുള്ളത്. എല്ലാം താണ്ടി കടലെല്ലാം താണ്ടി എന്ന് പറഞ്ഞ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എവിടെയും എത്തിയിട്ടില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ആ റൂട്ടിലോട്ട് എത്തി തുടങ്ങിയിരിക്കും. ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ മസനഗുഡി വഴി ഊട്ടിയിലോട്ടൊന്നും അല്ല കേട്ടോ. ഓളെ ഇൽമ കണ്ടോ, പിന്നെ ഓളെ ഇൽമ പുറത്തെടുക്കുന്നു. എന്തിനുള്ള പുറപ്പാടാണോ അമ്മായി? എനിക്കൊരു വിചാരമുണ്ട് ഇതിലുള്ള തിമിംഗലം വന്ന് പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. ആ ഒരു ലക്ഷ്യത്തോടെ മാത്രമാണ് ഓല അവിടെ എത്തിയത്. മറ്റേ കാട്ടിക്കൂട്ടൽ കണ്ട ഇതാ കിട്ടിയ പോലെ ഉണ്ട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ കേട്ടോ, അറ്റംപ്റ്റില്ലേ സംഭവം കിടക്കാക്കി തോന്നുന്നുണ്ട്. കിട്ടി എൻ്റെ പെരുന്നാൾ മാസം കണ്ടാൽ തന്നെ അറിയാം കിട്ടിയതൊക്കെയുണ്ട് കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. കിട്ടി വീണ്ടും പ്രതീക്ഷിക്കുകയാണത്. മനുഷ്യന്മാർ കുറവില്ല. അങ്ങനെ ഇന്ന് വിചാരം വലിയ സ്രാവിട്ട പോലെ ഉണ്ടാവും മുഖഭാവം കണ്ടത്. കുഞ്ഞു മീനുകൾ വേണമെന്ന് ചോദിച്ചിരിക്കണം. ഇത് പല മോഡൽ പല വിധത്തിൽ പല ഡിസൈനിലും തോന്നുന്നുണ്ട്. ഓൾക്ക് മുന്നേ ഉള്ള പരിചയം ഇതിലെല്ലാം എക്സ്പേർട്ട് തോന്നുന്നു നോക്കിയിട്ടാണ്. എന്താ അവൾ ഭൂമി നോക്കി നമ്മളെ നോട്ടിന് എന്താ അറിയാം. അവൾക്ക് വരെ എന്തോ ഒരു ബന്ധം ഉണ്ടെന്നുണ്ട്. മുൻപരിചയം മുൻജന്മ പരിചയം എന്നൊക്കെ പറയൂലേ, അതുപോലെ എന്തോ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഓരോ വീശലിനും ഓരോ മീൻ ഓനെന്താണ് ആ തട്ടിക്കൊട്ടുന്നത്. ആണെങ്കിലെ പേര് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന നമുക്ക് നോക്കി പരിചയപ്പെടക്കാം. ഇതിൽ ഈ വീഡിയോ കാണുന്നവർ എന്തായാലും പറയണം കേട്ടോ, ഇത് എവിടെയാണ് സ്ഥലം എന്നുള്ളത്. ആർക്കെങ്കിലും സ്ഥലം ലൊക്കേഷൻ മനസ്സിലാവുന്നത് എന്തായാലും അറിയിക്കണം കേട്ടോ. ഇതിപ്പോൾ ഇവരെ മീൻപിടുത്തം കണ്ടാലേ മുക്കന്മാർ പോലും തോറ്റോ. കണ്ട എന്തൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കണം. ഇന്നും എല്ലാം നടക്കോടാത്. വല്ലതും നടക്കുമോ ഇതാക്കാ? റൂട്ട് മാറ്റി പിടിച്ച് റൂട്ട് മുന്നേ അറിയാതെ വന്നിട്ട് അവളെ കാട്ടിപ്പിടിക്കാൻ പോകുന്ന അഹങ്കാരമാണ്. ഓളേക്കാൾ അപ്പുറത്ത് മറ്റൊരു അവളില്ലാന്ന് അതാണ് അവളെ കാട്ടിപ്പിടിക്കുന്നത്. അത് കാണുകയാണെങ്കിൽ അവൾക്ക് എന്താണ് കാട്ടിപ്പിടുന്നത്, എന്തൊക്കെയാണുള്ളത്. ഇതെല്ലാം പരിചയട്ടാ എന്താണ് കാണിക്കുന്നതെന്ന് ആൾക്കാർക്ക് അറിയാം. അങ്ങനെ ഇങ്ങനത്തെ ബുദ്ധിയില്ലാത്ത ഓരോന്ന് ഇവിടെ പണ്ടേ മുതലേ സുഖില്ലാത്ത വിട്ടേക്ക് ഞങ്ങൾ അത്ര വലിയ സീരിയസ് ആക്കി ഇരിക്കലില്ല. നമുക്ക് പണ്ട് മുതലേ സുഖില്ലാത്ത ഞങ്ങൾ അത്ര സീരിയസ് ആക്കി ഇരിക്കലില്ല. ഓക്കെ എന്ത് കണ്ടാലും ഇങ്ങനെ തന്നെയാണ്. എൻ്റെ കാട്ടിക്കുട്ടിലുണ്ടാകാൻ തന്നെ വലിയ ആൾ റിക്വസ്റ്റ് ആണ്. ഇപ്പം കണ്ട സംഭവമൊക്കെ അങ്ങനെ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ റിക്വസ്റ്റ് ചെയ്തതാണ്. മീനല്ല ചെയ്യുമ്പോൾ